ചെയ്യുന്നതോടുകൂടി, അഭിഷേകം ചെയ്യുന്നതിനോടുകൂടിയോ അല്ല പരിപോഷിപ്പിക്കപ്പെട്ടത്. ഇതൊന്നും മനസ്സിലാക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് ഏറ്റവും ലളിതമായ രീതിയിൽ ക്ഷേത്രാരാധന എന്ന് പറഞ്ഞ സങ്കല്പത്തിലൂടെ പ്രാകാരങ്ങളിലൂടെ യോഗശാസ്ത്രമായിട്ട് ഉയർന്നു വരിക്കുന്നതായിട്ടുള്ളൊരു തന്ത്രിമുഖ്യൻ തൻ്റെ യോഗ സാധനങ്ങൾ കൊണ്ടും പ്രാണായാമങ്ങൾ കൊണ്ടും കുണ്ഡലിനി ശക്തിയെ മൂലാധാരത്തു നിന്നും സ്വാധിഷ്ഠാനത്തിൽ നിന്നും മണിപൂരകത്തിൽ നിന്നും അതുപോലെ അനാഹത ശക്തി ആജ്ഞയിലേക്കും സഹസ്രാര പത്മം വരെ വിശുദ്ധി കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ പ്രവർത്തനം ചെയ്താൽ മാത്രമേ അപ്പുറത്തേക്ക് കടക്കാൻ പറ്റുള്ളൂ. 3 അപ്പുറത്തുണ്ട്. ഈ 6 ചക്രങ്ങളിലൂടെ ധാർമ്മികമായിട്ട് നിലനിൽക്കുന്ന ആത്മീയ ശക്തി സുഷ്മനാ നാഡിയുടെ ഇടതുവശത്തും വലതുവശത്തുള്ള ഇടാപിങ്കള നാഡികളിലൂടെ 6 സ്ഥലത്തേക്ക് ഇത് ടച്ച് ചെയ്ത ഊർജത്തിൻ്റെ അവസ്ഥയെ കൊണ്ടെത്തിക്കുകയും ആ ചൈതന്യം നിറഞ്ഞു നിൽക്കുകയും ചെയ്യുന്ന ഒരു പുരോഹിതൻ ചെയ്യുന്നതായിട്ടുള്ള മന്ത്രത്തോടുകൂടി ദ്രവ്യങ്ങളോടുകൂടി ആ കലശത്തിൽ നിറയ്ക്കുമ്പോൾ ശിവലിംഗത്തിനാണെങ്കിൽ 10 raised to the power of 27 GWAS ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണ് ഉണ്ടാവുക എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അറിയാം നിങ്ങൾക്ക് ശിവലിംഗത്തിൻ്റെ ശക്തി എന്നിട്ടറിയാം. ഇത് ചെയ്യാൻ അറിയുന്നൊരു പുരോഹിതനാണ് ഇവിടുത്തെ ഇത് കാര്യം അഭിഷേകം ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാ കുഞ്ഞു കുഞ്ഞു കലശങ്ങൾക്ക് ശേഷം ഒരു വലുത് അല്ലേ, നിങ്ങൾ ചോദിച്ചു നോക്കിയാൽ അറിയാം. ഇവിടെ ദിവസം വരുന്ന ആൾക്കാർക്ക് അറിയാം. ഇവിടുത്തെ പുരോഹിതന്മാർ അതൊക്കെ ചിട്ടപ്പെടുത്തി വെച്ചിട്ടുണ്ടാവും. മേരുദണ്ഡത്തിന് തുല്യമായിട്ടുള്ള നട്ടലിൻ്റെ ഈ സുഷ്മന പിംഗള നാഡികളിലൂടെ ആ ചൈതന്യത്തെ പ്രവഹിക്കുന്ന വിധത്തിലുള്ള ആത്മീയ ചൈതന്യം നിറയ്ക്കുന്ന പരിപാടികളിലൂടെ അതിൽ മഹാക്ഷേത്രത്തിൻ്റെ ഒരു ലക്ഷണം പറയുന്നതാണ് ധ്വജസ്തംഭം. ഇവിടെ കൊടിമരാണ് അത് ചെയ്യാൻ പോണേ. ഒരു ക്ഷേത്രത്തിലെ ക്ഷേത്രജ്ഞനെ എപ്രകാരമാണോ ഷഡാധാര പ്രതിഷ്ഠയോടുകൂടി ചെയ്ത അഭിഷേകാദികളോടുകൂടി ചൈതന്യം നിറയ്ക്കുന്നത്, അതേപോലെ തന്നെ ഈ തട്ടകത്തെ എവിടെ നിന്ന് നോക്കിയാലും കാണാവുന്ന മുഴുവൻ ആൾക്കാർക്കും ആ ദൃഷ്ടി പതിയുന്ന മാത്രയിൽ ആത്മീയ ചൈതന്യത്തെ നിറയ്ക്കാൻ പറ്റുന്ന വിധത്തിലുള്ള പൂജാതി കർമ്മങ്ങളാണ് ഈ കുറച്ച് ദിവസങ്ങളായിട്ട് ഇനി നടന്ന് അവിടെ പ്രതിഷ്ഠ ചെയ്തിട്ടുള്ള ആ എണ്ണത്തോണിയിലൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള ആ ഏറ്റവും സുശക്തമായിട്ടുള്ള മേരുദണ്ഡത്തിൻ്റെ അല്ലെങ്കിൽ നട്ടലിൻ്റെ സുഷ്മന പ്രവാഹം നിലനിർത്തുന്ന വിധത്തിലുള്ള പ്രതീകമായിട്ടുള്ള ധ്വജം വരുന്നത്. അതിലാണ് ഇവിടുത്തെ വാഹനത്തെയും കൂടെ പ്രതിഷ്ഠിച്ച്. അപ്പോൾ ക്ഷേത്രം ഏതെന്നറിയാൻ ഉള്ളിൽ ചെന്ന് നോക്കണ്ട. യഥാർത്ഥത്തിൽ ഇതിൻ്റെ പരിശീലകന്മാർക്ക് അവർക്ക് ഈ ധ്വജത്തിൻ്റെ മുകളിൽ ഇരിക്കുന്ന ഇതറിയാം. ശബരിമലയിൽ നമ്മൾ 18-ാം പടി കയറി ചെന്ന് ആ ധ്വജത്തിൻ്റെ മുകളിൽ എന്തിട്ടാ കാണുക? പുലിയാണോ? അയ്യപ്പൻ പുലിവാഹനല്ലേ? ആണോ? അല്ല. ആ ഹരിവരാസനം പാടുന്ന സമയത്ത് വ്യക്തമായിട്ട് പറയേണ്ടത് വാജിവാഹനം കുതിരയാണ്. ഗുരുവായൂർ പോയിട്ടോ അവിടെ ഗരുഡനായിരിക്കും. ഇങ്ങനെ ഓരോ ക്ഷേത്രത്തിൻ്റെ ആ യഥാർത്ഥ ഉപാസനാമൂർത്തിയെ പ്രതിഷ്ഠിക്കുന്ന ആ ഭാഗത്ത് അതിൻ്റെ കൊടിമരത്തിൽ വാഹനം കൂടി വെച്ചിട്ടുള്ള ഒരു സമ്പ്രദായം. അപ്പം അങ്ങനെയാണെങ്കിൽ ഇത് ശരീരപ്രോക്തമാണ്. ഈ കാണുന്ന ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമത്യവിധീയതേ അല്ലേ? ഗീതയിൽ എന്താ പറയണേ ശ്രീകൃഷ്ണൻ? എടോ കുന്തിപുത്ര അർജുന, ഈ ക്ഷേത്രം എന്നൊക്കെ പറഞ്ഞ് നീ വല്ലാണ്ട് കിടന്ന് തല ബന്ധിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതം ശരീരം കൗന്ദേയ, അല്ലയോ കുന്തിപുത്ര, ഈ കാണുന്ന ശരീരം ഉണ്ടല്ലോ നമ്മുടെ, അതിനാണ് സംഗതി. ക്ഷേത്രമിത്യവിധീയത. ഈ ക്ഷേത്രം നമുക്കിത് മനസ്സിലാവില്ലല്ലോ, സാധാരണക്കാർക്ക് മനസ്സിലാവില്ല. അല്ലെങ്കിൽ പിന്നെ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ ചര്യകൾ അനുഷ്ഠിക്കുന്നവർക്ക് ഇതിൻ്റെ ക്ലിക്ക് പെട്ടെന്നാവും, അല്ലാത്തവർക്ക് ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള ആൾക്കാർക്കാണ് ഈ പഞ്ചപ്രാകാരത്തോട് കൂടിയിട്ടുള്ള സംഗതി. ഇങ്ങനെയുള്ള ക്ഷേത്രത്തിൽ ക്ഷേത്രജ്ഞൻ എങ്ങനെയായിരിക്കണം എന്നൊക്കെ പറഞ്ഞ് ഭഗവത്ഗീത ഉണ്ട്. അതിപ്പോൾ എൻ്റെ വിഷയം ഇന്നല്ലാത്തതുകൊണ്ട് നമുക്ക് സ്കിപ്പ് ചെയ്യേണ്ടി വരും. നിങ്ങളിപ്പോൾ കടത്തി പുറത്താക്കേണ്ട സമയം കഴിഞ്ഞു, 5 മിനിറ്റ് കഴിഞ്ഞു. പക്ഷേ അതും കൂടെ പറയാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അന്നമയ കോശം ഇവിടെ ആത്മീയ ദൃഷ്ടിയിൽ യോഗശാസ്ത്രത്തിൽ, ഇപ്പോൾ ഞാനൊക്കെ യോഗ സൈക്കോളജിയിലാണ് PhD എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്കൊക്കെ ഇത് പഠിക്കേണ്ടി വരും. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഗുരുക്കന്മാരുടെ അടുത്ത് പോകുമ്പോഴാണ് ഇതെന്താ സംഭവം എന്ന് അനുഭവത്തിലൂടെ മനസ്സിലാക്കുന്നത്. വലിയ വിഷമമുള്ള കാര്യമാണ്. പക്ഷെ ഇപ്പോൾ തിയറിറ്റിക്കലെങ്കിലും പഠിച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇത് അനുഭവിച്ച ആളുടെ അടുത്ത് എല്ലാവരെ സുഖം മനസ്സിലാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ അന്നമയകോശം, പ്രാണമയകോശം, മനോമയകോശം, വിജ്ഞാനമയകോശം, ആനന്ദമയകോശം. അപ്പോഴേക്കും ഇത് നേരെ ചെന്ന് ആ സോപാനത്തിൻ്റെ അവിടെ നിൽക്കുന്നുണ്ടാവും. അതിന് പ്രതീകമായിക്കൊണ്ട് മിക്കവാറും ക്ഷേത്രത്തിൽ വൈക്കത്ത് ശിവനെയൊക്കെ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മൾ പറയില്ലേ,